സൗദിയിലേക്കും സൗദിക്കകത്തും സൗദിക്ക് പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് മരുന്നായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? SFDAയുടെ മാർഗനിർദ്ദേശം പിന്തുടർന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉത്തരവ് പ്രകാരം നവംബർ 1 മുതൽ സൗദി അറേബ്യയിലേക്കോ സൗദി അറേബ്യയിൽ നിന്നും പുറത്തേക്കോ യാത്ര ചെയ്യുന്ന ആളുകൾ 2 വിഭാഗത്തിൽപ്പെടുന്ന നാർക്കോട്ടിക്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് അടങ്ങിയ മരുന്നുകൾ കൊണ്ടുവരുന്നതിന് പ്രത്യേകം അപ്രൂവൽ എടുക്കണം. ഇപ്പോൾ അപ്രൂവൽ എടുക്കേണ്ട കാറ്റഗറി എന്ന് പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ ഈ കാറ്റഗറിയിൽ ഉണ്ടോയെന്നോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടെടുക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ് ഈ കാറ്റഗറി ഉള്ളതെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു സംശയമാണിത്. ഷുഗർ പേഷ്യൻസൊക്കെ തരിപ്പിനും കടച്ചിലിനൊക്കെ ഉപയോഗിക്കുന്ന ഗാബാപെൻറ്റിൻ, പ്രിഗാബ്ലിൻ മുതലായ മരുന്നുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇതുപോലെ കൊണ്ടുവരുന്ന മരുന്നുകളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ അപ്രൂവൽ എടുക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അപ്രൂവൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ രേഖകളാണ് വേണ്ടത്, എങ്ങനെയാണ് അപ്രൂവൽ എടുക്കുക എന്നുള്ളത്, മാത്രമല്ല അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടല്ല എത്ര സമയം കൊണ്ട് ഇത് കിട്ടും? വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും അപ്രൂവൽ എടുക്കാം. cdc.sfda.gov.sa എന്ന സൈറ്റിലാണ് അപ്രൂവൽ എടുക്കേണ്ടത്. സാധാരണയായി 2 മുതൽ 5 ദിവസത്തിനടക്ക് അപ്രൂവൽ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യാത്രയുടെ ഒരു 10 ദിവസം മുമ്പെങ്കിലും അപ്രൂവലിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഡിലേ ആവാനുള്ള ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണത്. അപ്രൂവൽ എടുക്കാൻ നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇമെയിൽ ID വെച്ചാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഐ ഡി പ്രൂഫ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ഇക്കാമ, പിന്നെ ട്രാവൽ ചെയ്യുന്ന ആളുടെ ടിക്കറ്റ്, പ്രിസ്ക്രിപ്ഷൻ, ഫോട്ടോസ് ഓഫ് മെഡിസിൻ ഇത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. മൊബൈൽ നമ്പർ, ഇമെയിൽ ID. നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ മെഡിസിൻ കൊണ്ടുവരുന്നതെങ്കിൽ അയാളുടെ ID പ്രൂഫ്, നമ്മുടെ ബ്ലഡ് റിലേറ്റീവ് ആണെങ്കിൽ ID പ്രൂഫ് മതി. നമ്മുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ മറ്റ് പരിചയക്കാർക്കോ വേണ്ടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കൺസെൻറ്റ് ലെറ്ററും ID പ്രൂഫും നിർബന്ധമാണ്. ഹജ്ജിനും ഉംറയ്ക്കും വരുന്ന ആൾക്കാർ കുറഞ്ഞ ദിവസത്തിനാണ് സൗദിയിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എത്ര അളവ് വരെയുള്ള, എത്ര ക്വാണ്ടിറ്റി വരെയുള്ള മരുന്നുകൾ അവർക്ക് കൊണ്ടുവരാം, അതുപോലെ തന്നെ ഇക്കാമയിലുള്ള ഇവിടെ വർക്ക് വിസയുള്ള ആൾക്കാർക്ക് എത്ര അളവ് വരെയുള്ള മരുന്ന് കൊണ്ടുവരാമെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഹജ്ജിനും ഉംറയ്ക്കും വരുന്ന ആളുകൾ അവരുടെ ഇവിടെ താമസിക്കുന്ന ദിവസത്തേക്കുള്ള മരുന്ന് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവരുടെ വിസ ചിലപ്പോൾ വാലിഡിറ്റി 3 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ താമസിക്കുന്ന എത്ര ദിവസത്തിനാണോ ആ ദിവസത്തേക്കുള്ള മരുന്ന് മാത്രം കൊണ്ടുവരാം. അതുപോലെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ 3 മാസത്തേക്ക് വരെയുള്ള മെഡിസിൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ അലോപ്പതി, ഇംഗ്ലീഷ് മരുന്നുകളെ കുറിച്ചാണ്. ഇതിൽ ആയുർവേദിക്, ഹോമിയോ, യുനാനി ഈ മരുന്നുകൾ കൊണ്ടുവരുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുള്ളത്? സാധാരണയായി ഇതുപോലുള്ള സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഇവിടെ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനൊരു വ്യക്തമായ മാർഗ്ഗനിർദ്ദേശം ഇപ്പോൾ അവൈലബിൾ അല്ല. നമ്മൾ ഇത് ആയുർവേദത്തിലൊക്കെ പൊടികൾ, അതുപോലെ ലൂസായിട്ടുള്ള ഗുളികകൾ ഇതൊന്നും ഒരു കാരണവശാലും കൊണ്ടുവരരുത്. ഇതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അത്